നമസ്കാരം, കറിവേപ്പിലേക്ക് സ്വാഗതം. നമ്മൾ ഈ മുരിങ്ങ എന്ന് കേട്ടാലുടൻ ആദ്യം നമ്മുടെ മനസ്സിൽ മുരിങ്ങയുടെ ഇലയായിരിക്കും ഓർമ്മ വരുന്നത്, അല്ലേ? അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ പോഷകങ്ങളും ഒക്കെ. പക്ഷേ പച്ച നിറത്തിൽ തിളങ്ങുന്ന ഈ മുരിങ്ങയ്ക്കായെ നമുക്ക് സുപരിചിതമാണെങ്കിലും അതിൻ്റെ ഗുണങ്ങളെപ്പറ്റിയൊന്നും അധികം പുകഴ്ത്തി പറയുന്നത് കേൾക്കാറില്ലല്ലേ? എന്നാൽ ഇന്ന് നമുക്കതൊന്ന് കേൾക്കാം. ഈ കായയിൽ ഒളിഞ്ഞിരിക്കുന്ന അത്ഭുത ഗുണങ്ങളൊന്നും അറിയാം. പോഷകസമൃദ്ധമായ ഒരു മുരിങ്ങയ്ക്ക സൂപ്പ്, അതാണ് ഇന്നത്തെ വിഷയം. എല്ലാ ഗുണങ്ങളും ഒറ്റ ഗ്ലാസ് സൂപ്പിൽ നിന്ന് നമുക്ക് ലഭിക്കും. വൈറ്റമിൻസും മിനറൽസും നിറഞ്ഞ ഈ മുരിങ്ങയ്ക്ക സൂപ്പ് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ശക്തി നൽകും. എല്ലുകൾക്ക് ശക്തിയും ദഹനം മെച്ചപ്പെടുത്താനും ശരീരത്തിൻ്റെ പ്രതിരോധശേഷി കൂട്ടാനും ഒക്കെ വളരെ നല്ലതാണിത്. ഒപ്പം ഇത് തയ്യാറാക്കാൻ വളരെ എളുപ്പവും. ചൂടുള്ള സൂപ്പിലേക്ക് ഒരല്പം നെയ്യ് കൂടി ചേർത്താലോ കൊഴുപ്പിലലിയുന്ന, അതായത് ഫാറ്റ് സോളിബിൾ വൈറ്റമിൻസും ഒട്ടും നഷ്ടപ്പെടാതെ നമുക്ക് കിട്ടും. ടിപ്സ് കാണാൻ മറക്കരുത്. മുരിങ്ങയ്ക്ക ദീർഘനാൾ എങ്ങനെ കേടാകാതെ സൂക്ഷിക്കാം, പച്ചമാങ്ങയും പച്ചമാങ്ങപ്പൊടി സൂക്ഷിക്കുന്നതും, കൂടാതെ പെപ്പർ ഗ്രൈൻഡർ, പലതരത്തിലുള്ള സിപ്ലോക്ക് ബാഗ്സ് എല്ലാം ഒന്ന് പരിചയപ്പെടാം. വീഡിയോ അവസാനം വരെ കാണുക. ഇനി സൂപ്പിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. 2 മുരിങ്ങയ്ക്കയാണ് ഞാൻ എടുത്തത്. ഏകദേശം ഒരു 250 ഗ്രാം അടുപ്പിച്ച് വരും. പുറത്തെ നാരൊക്കെ ചെറുതായിട്ടൊന്ന് ചെത്തിക്കളയുക. എന്നിട്ട് ഒന്ന് കഴുകിയതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ഈ മുരിങ്ങയ്ക്ക സൂപ്പ് ഉണ്ടാക്കുന്നതിന് തൊട്ട് മുൻപ് കുറച്ച് വെള്ളം തിളപ്പിച്ച് വയ്ക്കണം. സൂപ്പിൻ്റെ ആവശ്യത്തിന് നമ്മൾ ഈ നല്ല ചൂടുവെള്ളമാണ് ഉപയോഗിക്കേണ്ടത്. അതിൻ്റെ കാരണം ഞാൻ പറയാം. ഇനി നമ്മൾ സൂപ്പ് ഉണ്ടാക്കാനായിട്ടുള്ള പാൻ അടുപ്പിലേക്ക് വയ്ക്കുക. സ്റ്റൗ ഇപ്പോൾ കത്തിക്കേണ്ട. അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്കായും ഒരു പിടി ചെറിയ ഉള്ളിയും ഇടുക. ചെറിയ ഉള്ളി 1 കപ്പോളം വരും. ഒരു 3-4 കഷ്ണം വെളുത്തുള്ളി, 4 കഷ്ണം എടുത്തിട്ടുണ്ട് വലുത്. പിന്നെ ഒരു 2 കഷ്ണം പട്ട, സിനമൺ, 2-3 തണ്ട് കറിവേപ്പിലയും, 1 ടീസ്പൂൺ ഉപ്പും, പിന്നെ കുറച്ച് മല്ലിയിലയുടെ തണ്ട് മാത്രം. ഇല നമുക്ക് വേറെ ആവശ്യമുണ്ട്, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്ലേവറിന് വേണ്ടിയാണ്. ഇത്രയും ഇട്ട ശേഷമാണ് നമ്മളിനി അതിലേക്ക് ചൂടുവെള്ളം ചേർക്കേണ്ടത്. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഈ ചൂടുവെള്ളം ചേർക്കുന്നതിന് കാരണം എന്തെന്നാൽ ഇത് പെട്ടെന്ന് ഈ വെള്ളം തിളയ്ക്കും. മുരിങ്ങയ്ക്കായുടെ സ്വാദും ഗുണവും വേഗത്തിൽ ഇറങ്ങി വരും. തണുത്ത വെള്ളമാണെങ്കിൽ ഈ പ്രോസസ്സ് വളരെ സ്ലോ ആയിരിക്കും. അപ്പോൾ കൂടുതൽ സമയമെടുക്കും. അപ്പോൾ ചില ഡെലിക്കേറ്റ് ആയിട്ടുള്ള വൈറ്റമിൻസ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പിന്നെ അത് മാത്രമല്ല, മുരിങ്ങയ്ക്കയുടെ എല്ലാ ഭാഗവും ഒരുപോലെ മൃദുവായി വെന്ത് കിട്ടും. മുരിങ്ങയ്ക്കായുടെ തനതായ ഫ്ലേവർ നിലനിർത്തുകയും ചെയ്യും. ഞാനിവിടെ 2.5 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചത്. അപ്പോൾ ഫ്ലെയിമും ഓൺ ചെയ്തു. 10-30 മിനിറ്റോളം തിളച്ച് വേകാനുള്ളതാണ്. അപ്പോൾ ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിക്കാം. കുക്ക് ചെയ്യുന്ന പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് 4 കപ്പോ 5 കപ്പോ ഒക്കെ ഒഴിക്കാം. ഇപ്പോൾ ഒരു 5-6 മിനിറ്റ് ആയിക്കണം. വെള്ളം തിളച്ചു. നല്ല ചൂടുവെള്ളം ഒഴിച്ചുകൊണ്ടാണ്. അതിന് ശേഷം നമ്മൾ അടയ്ക്കാവൂ. ഇനി ഫ്ലെയിം വേണമെങ്കിൽ അല്പം ഒന്ന് കുറയ്ക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് ആയി കാണുമേ. ഒന്ന് തുറന്ന് നോക്കാം. വെന്തിട്ടില്ല. നമുക്കൊരു ഫോർക്ക് വെച്ചൊന്ന് കുത്തിയൊക്കെ ഒന്ന് നോക്കുമ്പോൾ മനസ്സിലാവും. 20-25 മിനിറ്റോളം വേണ്ടി വരും. മാക്സിമം ഒരു അരമണിക്കൂർ. അപ്പോൾ നമുക്ക് വീണ്ടും ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലിട്ട് ആ കറിവേപ്പിലയും പട്ടയും, അതായത് സിനമണും ഒക്കെ മാറ്റുകയാണ്. അപ്പോൾ അതിൻ്റെ ഗുണവും മണവും ഒക്കെ ഇതിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി അത് കിടന്നാൽ നമുക്ക് ഡിസ്റ്റർബൻസ് ആണത്, ടേസ്റ്റൊക്കെ മാറിപ്പോകും. ഇനി ഈ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർക്കാം. വെജിറ്റബിൾസ്, സ്പൈസസ് കൂടുതലാവാം, ഇഞ്ചി, മിൻറ്റ് ലീവ്സ് ചേർക്കാം. പിന്നെ തുവരപ്പരിപ്പ് പുഴുങ്ങി ചേർക്കുന്നവരും ഉണ്ട്. പക്ഷേ ഞാനിവിടെ മിനിമം ഇൻഗ്രീഡിയൻസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. കാരണം ഈ മുരിങ്ങയ്ക്കായുടെ തനതായ രുചി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിനെ ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. മിക്സിയുടെ ജാറിലേക്കിട്ട് അല്പം മല്ലിയില, അതാണ് നമ്മൾ നേരത്തെ തണ്ട് മാറ്റിയല്ലോ, ആ ചെറിയ 2 പിടി അല്പം ചൂടുവെള്ളവും, ഞാനിവിടെ ഒരു 1.5 കപ്പ് വെള്ളമാണ് ചേർത്തത്. ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. സൂപ്പിന് ചെറിയ ഉള്ളി ഒരു മസ്റ്റാണല്ലോ. പിന്നെ ചെറിയ ഫ്ലേവറിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒന്നുകൂടെ ഒന്ന് അരിച്ചെടുത്താൽ മതി. ഇത് നമ്മൾ ആദ്യം ഡ്രെയിൻ ചെയ്ത് വെച്ച സമയത്ത് ഉണ്ടായിരുന്ന ജ്യൂസാണ്. മുരിങ്ങയ്ക്കയിൽ ധാരാളം വൈറ്റമിൻ സിയും വൈറ്റമിൻ എയും ബി കോംപ്ലക്സും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വൈറ്റമിൻ സി നമുക്ക് അറിയാമല്ലോ, ശരീരത്തിന് ഇമ്മ്യൂണിറ്റി കൂട്ടുമെന്ന്. പിന്നെ ഇത് കൂടാതെ അയണും കാൽഷ്യം, ഫോസ്ഫറസ് തുടങ്ങിയ മിനറൽസും ധാരാളം ഉള്ളതുകൊണ്ട് ക്ഷീണം മാറാനും എല്ലുകളുടെ ബലത്തിനുമൊക്കെ ഈ മുരിങ്ങയ്ക്ക സൂപ്പ് സ്ഥിരമായി കഴിക്കുന്നത് വളരെ ഗുണം ചെയ്യും. മുരിങ്ങയ്ക്ക സൂപ്പ് പതിവായി കഴിക്കുന്നത് ബ്ലഡ് ഷുഗർ നിയന്ത്രിക്കാനും ആമാശയത്തിനുമൊക്കെ നല്ലതാണെന്ന് പറയും. ഇപ്പം നമ്മളെല്ലാം ജ്യൂസൊക്കെ എടുത്തു കഴിഞ്ഞ് ഇനി നമ്മളിതിനെ സ്റ്റൗ കത്തിച്ച് ആ പാനിലേക്ക് തിരിച്ചൊഴിച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഉപ്പൊക്കെ ഒന്ന് നോക്കുക, ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇടാം. ഇനി ഒരല്പം ചതച്ച കുരുമുളകും
അതായത് ഒരു 1-1.5 സ്പൂണ് നമ്മുടെ അരിക്ക് ആവശ്യമുള്ളത് അവരവർക്ക് വേണ്ടി. ഇത് ജീരകം വറുത്ത് പൊടിച്ചതാണ്, നമ്മുടെ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന ജീരകം. 1 സ്പൂണ് ജീരകപ്പൊടിയും കൂടെ ഇടാം. സൂപ്പിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇതുപോലെ കുറച്ച് ജീരകം എടുത്ത് ഒന്ന് വറുത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. ഇതുപോലെ വറുത്തിട്ട് പൊടിച്ച് നമ്മൾ സൂക്ഷിച്ച് വെച്ചിരുന്നാലേ സൂപ്പിനൊക്കെ ഇടാൻ ബെസ്റ്റാണ്. അതിൻ്റെ ടേസ്റ്റിന് ഒരു പ്രത്യേകതയാണ്. സാധാ പച്ചജീരകം പൊടി പോലെയല്ല, ഒരു പ്രത്യേക രുചിയും മണവും സൂപ്പിന് കിട്ടും. ഇനി ഒന്ന് തിളച്ചാൽ മതിയേ. നല്ല സൂപ്പറായിട്ടുള്ള മുരിങ്ങയ്ക്ക സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇത് ഏകദേശം ഒരു 4 കപ്പോളം ഉണ്ടായിരുന്നേ. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അതിൻ്റെ ആ തിക്നെസ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. വെള്ളം കൂടുതൽ ഒഴിക്കുകയോ കുറയ്ക്കുകയോ ചെയ്യാം. സൂപ്പ് സെർവ് ചെയ്യുന്ന സമയത്ത് നാരങ്ങാനീര് ഒഴിക്കണമെന്ന് ഇഷ്ടമുള്ളവർക്ക്, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ അപ്പോഴേ ഒഴിക്കാം. നേരത്തെ ഒഴിക്കരുത്, കയ്പ്പ് ഫീൽ ചെയ്യും. നമ്മൾ സൂപ്പ് ഉണ്ടാക്കാനായിട്ട് മുരിങ്ങയ്ക്ക സെലക്ട് ചെയ്യുമ്പോൾ അധികം മൂത്ത് പോകാത്ത മുരിങ്ങയ്ക്ക എടുക്കാൻ ശ്രദ്ധിക്കുക. രക്തശുദ്ധിക്കും സ്കിന്നിന് തിളക്കം കിട്ടാനും ഒക്കെ ഈ മുരിങ്ങയ്ക്ക സൂപ്പ് വളരെ വിശേഷപ്പെട്ടതാണെന്ന് പറയും. പതിവായി കഴിക്കുന്നത് ബ്ലഡ് ഷുഗർ നിയന്ത്രിക്കുന്നതിനും ആമാശയത്തിൻ്റെ പ്രവർത്തനത്തിനും വളരെ നല്ലതാണ്. പരമ്പരാഗത ചികിത്സയിലൊക്കെ ഈ മുരിങ്ങയ്ക്കായെ പ്രജനന ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന്, അതായത് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് മുരിങ്ങയ്ക്ക വളരെ നല്ലതെന്നാണ് പറയപ്പെടുന്നത്. ചൂടോടെ തന്നെ ഈ സൂപ്പൊന്ന് കുടിച്ചു നോക്കണേ. ചൂടോടെ ഈ സൂപ്പ് കഴിക്കുന്ന സമയത്ത് ഒരല്പം നെയ്യോ 1-2 ഡ്രോപ്പ് ഓപ്ഷനിലാണ് ചേർത്താൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. മുരിങ്ങയ്ക്കായിൽ ഫാറ്റ് സോളുബിൾ വൈറ്റമിൻസ്, അതായത് കൊഴുപ്പിൽ ലയിക്കുന്ന ധാരാളം വൈറ്റമിൻസ് ഉണ്ട്. അല്പം നെയ്യ് കൂടി ചെല്ലുമ്പോൾ, വെളിച്ചെണ്ണ ആയാലും മതി, ഈ വൈറ്റമിൻസ് നമ്മുടെ ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ എളുപ്പമായിരിക്കും. പിന്നെ സൂപ്പിൻ്റെ ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കൂടും. കൂടാതെ ദഹനത്തിനും നല്ലതാണ്. ശരീരത്തിൻ്റെ പ്രതിരോധശേഷി കൂട്ടാനായിട്ട് നീക്കി സ്വതവേ ഒരു കഴിവുമുണ്ട്. ഇത്രയും എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന പോഷകസമൃദ്ധമായ മുരിങ്ങയ്ക്കായ സൂപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ടിപ്സ് കൂടി കാണണേ. ഇന്നത്തെ ടിപ്സിൽ മുരിങ്ങയ്ക്ക സൂപ്പ് ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ വിശേഷങ്ങളാണ് ടിപ്സിലുള്ളത്. ആദ്യം ഈ മുരിങ്ങയ്ക്ക എങ്ങനെ ദീർഘനാൾ പുതുമയോടെ സൂക്ഷിക്കാമെന്ന് നോക്കാം. ഇത് വീട്ടിൽ തന്നെ ഉണ്ടായ മുരിങ്ങയ്ക്കയാണ്. ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് ഒന്ന് കണ്ടു നോക്കാം. വർഷങ്ങളായി കായ്ക്കാതിരുന്ന ഈ വർഷം കായ്ച്ചതാണ്. മുരിങ്ങ വീട്ടിലില്ലാത്തവർക്കൊന്ന് കാണാമല്ലോ. കുറച്ചധികം മുരിങ്ങയ്ക്ക കിട്ടി. ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ദീർഘനാൾ എങ്ങനെ കേടാകാതെ സൂക്ഷിക്കുന്ന എന്നൊന്ന് നോക്കാം. ഇത് സാധാരണ മുരിങ്ങയ്ക്കയെക്കാളും അല്പം കൂടി വലിപ്പമുള്ളതാണ്. ഒരു 5 മുരിങ്ങയ്ക്ക ഞാൻ ഇതിനു വേണ്ടി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചതഞ്ഞ ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. വീട്ടിൽ തന്നെ ഉണ്ടായ മുരിങ്ങയ്ക്ക ആയതുകൊണ്ട് ഞാനിപ്പോൾ ഇതിനെ കഴുകുന്നില്ല. ഉപയോഗിക്കാൻ എടുക്കുന്ന സമയത്ത് കഴുകാം. ഇതുപോലെ സൂക്ഷിക്കുമ്പോൾ ഈർപ്പമില്ലാതിരിക്കുന്നതാണ് നല്ലത്. ഇതിപ്പോൾ ഇങ്ങനെയാണല്ലോ സാധാരണ മുരിങ്ങയ്ക്ക കട്ട് ചെയ്യുന്നത്. ഒരു വശത്തെ നാര് കളഞ്ഞ ശേഷം മുരിങ്ങയ്ക്ക തിരിച്ചു വെച്ച് മറുവശത്തെ നാരും കളയും. അങ്ങനെയല്ലേ? ഇതുപോലെ ഞാൻ 5 മുരിങ്ങയ്ക്കായും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കടയിൽ നിന്ന് വാങ്ങുന്ന മുരിങ്ങയ്ക്കയാണെങ്കിൽ ഒന്ന് കഴുകി തുടച്ച ശേഷം കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ 5 മുരിങ്ങയ്ക്കായും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു സിപ്ലോക്ക് കവറിലാക്കാം. ഈ കവറിൻ്റെ ഡീറ്റെയിൽസും ഇതുപോലെ വേറൊരു വെറൈറ്റി സിപ്ലോക്ക് കവറിൻ്റെ ഡീറ്റെയിൽസും കൂടി ഞാൻ ഇതോടൊപ്പം കാണിക്കുന്നുണ്ട്. ആ 5 മുരിങ്ങയ്ക്കായും ഈ കവറിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് ടൈറ്റായി അടച്ച്, എയർ ഉണ്ടെങ്കിൽ അറ്റം വരെ ഒന്ന് കൊണ്ടുപോയി ഒന്നുകൂടി ഒന്ന് പ്രസ് ചെയ്ത് അടയ്ക്കുക. ഒരു കവർ കൂടി എക്സ്ട്രാ ഇടാം, അല്ലെങ്കിൽ ഒരു റബ്ബർ ബാൻഡോ എല്ലാം കൂടി ഇട്ട് ഫ്രീസറിൽ സൂക്ഷിക്കണം. ഫ്രിഡ്ജിൻ്റെ താഴെയല്ല, ഫ്രീസറിലാണ് സൂക്ഷിക്കേണ്ടതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. 13/9/2025 ഫ്രീസറിൽ ഞാനിത് വെച്ചത്. ഒരു മാസത്തിന് ശേഷം, അതായത് 13/10/2025 ഒരു കറിയിലിടുന്നതിന് വേണ്ടിയും എനിക്ക് ഈ വീഡിയോയിൽ കാണിക്കുന്നതിന് വേണ്ടിയും പുറത്തെടുത്തു. ഇത് കഴിഞ്ഞ മാങ്ങാ സീസണിൽ ഉണ്ടാക്കി വെച്ച പച്ച മാങ്ങ പൗഡറാണ്. ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഇതിപ്പോൾ ഒരു മാസമായെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് നോക്കുമ്പോൾ കാണാം നല്ല ഫ്രോസൺ ആയിരിക്കുകയാണ്. ഒരിക്കലും ഇത് ഫ്രോസൺ ആയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് അധികം പ്രയാസമില്ല, അതിരുന്നോളും. ഒരു മീൻ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ ഇതിൽ നിന്ന് ഒരു 5 പീസ് എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് ഉടനെ തന്നെ നന്നായി അടച്ച് വീണ്ടും ഫ്രീസറിൽ വെക്കുക. ഇതിപ്പോൾ കണ്ടില്ലേ, ഫ്രോസൺ ആയതുകൊണ്ട് നല്ല കല്ലുപോലാണ് ഇരിക്കുന്നത്. ഇത് ഞാൻ കഴുകാതെയാണല്ലോ വെച്ചത്, അപ്പോൾ ഒന്ന് കഴുകിയെടുത്തതാണ്. കുറച്ച് കാണുമ്പോൾ ഇങ്ങനെ ഒരു വ്യത്യാസമുള്ള ടെക്സ്ചറാണെന്ന് തോന്നിയാലും നമ്മൾ കറി ഉണ്ടാക്കി കഴിയുമ്പോൾ ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും തോന്നുന്നില്ല. 2ആയി ഇതുപോലെ കട്ട് ചെയ്ത് മീൻ കറിയിലേക്ക് ഇട്ടു. മുരിങ്ങയ്ക്കായും മാങ്ങയൊക്കെ ഇട്ട് നമ്മൾ മീൻ കറി വയ്ക്കുമല്ലോ, ചൂര മീനിൻ്റെ കറിയാണ് ഇത്.
കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു മീൻകറി. വെജിറ്റേറിയൻ കറികൾക്ക് നമുക്ക് ഈ മുരിങ്ങയ്ക്ക ഉപയോഗിക്കാം. ഇനി മാങ്ങയുടെ സീസൺ അല്ലെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച പച്ചമാങ്ങയുടെ പൗഡർ ഉണ്ടല്ലോ, അതൊരു 2-3 ടീസ്പൂൺ ഇട്ടാൽ മതി. ആവശ്യത്തിന് പുളിപ്പ് കാണും. നമുക്ക് മാങ്ങ കഴിക്കാൻ കിട്ടുകയില്ലെന്നേ ഉള്ളൂ. ഇത് കഴിഞ്ഞ സീസണിൽ ഉണ്ടാക്കി വെച്ചതാണ്. അതിപ്പോൾ ഏകദേശം തീരാറായി. ഈ പച്ചമാങ്ങ പൗഡർ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഈ റോ മാംഗോ പൗഡർ നമുക്ക് പാക്കറ്റിൽ വാങ്ങാനും കിട്ടും. ഇതുണ്ടാക്കി അത് നമ്മൾ എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രീസറിൽ സൂക്ഷിച്ചാൽ എത്ര നാൾ വേണമെങ്കിലും ഇത് കേടാകാതിരിക്കും. പച്ചമാങ്ങ ഇതുപോലെ പൊടിച്ചെടുക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്ക് കാണാം. ഈ മാങ്ങാപ്പൊടി നമുക്ക് പുളിപ്പ് വേണ്ടുന്ന എന്തിലും ഉപയോഗിക്കാം. ഇപ്പോൾ ചമ്മന്തിയിലാണ് ഞാനിത് ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണ ഒരു ചമ്മന്തി, വളരെ പ്രയോജനപ്രദമായ ഒരു ഐറ്റമാണിത്. ഇപ്പം നമ്മൾ മീൻകറിയിലിട്ടത് നന്നായിട്ടൊന്ന് ഉടച്ച് ചേർത്തതിന് ശേഷം മീൻകറി ആയതിന് ശേഷം ഒന്ന് നോക്കാമേ. ആ മുരിങ്ങയ്ക്കൊക്കെ അതുപോലെ തന്നെയാണ്. അതേ നമ്മൾ ഫ്രഷായിട്ട് വെക്കുന്നതിൻ്റെ പോലെ തന്നെയായിരിക്കും ഇത് വെന്ത് കഴിഞ്ഞാലും. സൗകര്യം കിട്ടുമ്പോൾ ഇതുപോലെ മുരിങ്ങയ്ക്ക ഒന്ന് സ്റ്റോർ ചെയ്ത് വെച്ച ശേഷം ഒന്ന് ഉണ്ടാക്കി നോക്കണേ. കറക്റ്റാണോ എന്നറിയാമല്ലോ. കപ്പയുടെ കൂടെയൊക്കെ കൂട്ടാനായിട്ടുള്ള നല്ലൊരു മീൻകറി ആയിട്ടാണ് ഞാനിത് വെച്ചത്. അതിനൊരു ടേസ്റ്റ് വ്യത്യാസവും എനിക്ക് തോന്നിയിട്ടില്ല. വീണ്ടും ഒരു 2 ആഴ്ച കൂടെ ഞാൻ കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടെ എടുത്തായിരുന്നേ. അപ്പോഴും ആ വ്യത്യാസമൊന്നും കണ്ടില്ല. പിന്നെ അത് കാലക്രമേണ ഒരു വർഷമൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനത് ടെസ്റ്റ് ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാനും ഇത് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇപ്പം നമ്മൾ മുരിങ്ങയ്ക്കായും മാങ്ങ പൗഡറും സൂക്ഷിച്ച പോലെ ഇനി നമുക്ക് മാങ്ങയും ഇതുപോലെ പ്രിസർവ് ചെയ്യാം കേട്ടോ. ഞാനിത് വേറൊരു വീഡിയോയുടെ ടിപ്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ. പച്ചമാങ്ങ ഇതുപോലെ ഒരു വർഷം വരെയൊക്കെ സൂക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് അത് പ്രിസർവ് ചെയ്ത് വെക്കുക. വെറുതെ വേറെ ഒന്നും നമ്മൾ ചേർക്കണ്ട. എയർ ടൈറ്റ് ആയിട്ടുള്ള സിപ്ലോക്ക് കവറുകളിലാക്കി ഫ്രീസറിൽ സൂക്ഷിച്ചാൽ മാത്രം മതി. ഇതിപ്പോൾ ഏകദേശം ഒരു 10-11 മാസത്തോളം ആയതാണ്. അതിൻ്റെ ടേസ്റ്റിനോ അതിൻ്റെ ടെക്സ്ചറിനോ ഒന്നും ഒരു വ്യത്യാസമല്ല. നമ്മൾ കറിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണക്കച്ചമ്മേനും മാങ്ങയും കൂടെ ഒരു തോരൻ വയ്ക്കുമല്ലോ, ആ കറിയിലിട്ടിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞ് വെന്ത് കഴിഞ്ഞാൽ ഇത് ഫ്രഷ് ടേസ്റ്റാണ്. അത് നമ്മൾ ആ ചെയ്യുന്ന ഒറിജിനലി ഇടുന്ന അതേ ടേസ്റ്റ് തോന്നും. ഇത് ഐസ് ആയിട്ട് ഇരിക്കുമെന്നേ ഉള്ളൂ. അതിൻ്റെ സ്കിന്നിനും ചെറിയൊരു ഇതുണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു വ്യത്യാസവും തോന്നിയിട്ടില്ല. ഞാനിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ്. ഞാനിത് ആദ്യമായിട്ടാണ് ഈ ഒരു വർഷം വരെ സൂക്ഷിക്കുന്നത്. ഇതുപോലെ ഞാൻ യൂട്യൂബിൽ ഇവിടെ കണ്ടതാണിത്. അപ്പോൾ അന്ന് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ് കഴിഞ്ഞ മാങ്ങ സീസണിൽ. കറി ആയി കഴിയുമ്പോൾ അതിൻ്റെ ആ മാങ്ങയുടെ ടെക്സ്ചറിനും ഒരു വ്യത്യാസവും തോന്നിയില്ല. അതേ മാങ്ങ തന്നെ ഒരു മീനിൻ്റെ കറി ഉണ്ടാക്കിയതിലിട്ടതാണ്. അതിലും അതുപോലെ തന്നെ വ്യത്യാസമൊന്നും തോന്നിയില്ല. നേരത്തെ നമ്മൾ ഈ മീനിൻ്റെ കറിയിൽ മാങ്ങാ പൊടിയാണല്ലോ ഇട്ടത്. ഇനി അടുത്തത് ഈ സിപ്ലോക്ക് ബാഗ് നോക്കാം. 15 ബാഗ്സ് ഉള്ള ഒരു പാക്കറ്റാണിത്. സ്മോൾ സൈസാണ്. മൾട്ടിപ്പർപ്പസ് സ്റ്റോറേജ് സ്ലൈഡർ ബാഗാണിത്. ലീക്ക് പ്രൂഫാണ്. പിന്നെ റീയൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 7 ഇഞ്ചാണ്. വിഡ്ത്തും അതുപോലെ 7 ഇഞ്ച് തന്നെയാണ്. ഇത് ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. 15 എണ്ണത്തിന് 120 റുപ്പീസായിരുന്നു, 120 രൂപ. ഫ്ലിപ്കാർട്ടിലും കിട്ടും. നമ്മൾ ആവശ്യമുള്ള സൈസ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഫ്രിഡ്ജിൽ നമുക്ക് എന്ത് വേണേലും സ്റ്റോർ ചെയ്ത് വെക്കാം. പിന്നെ കൂടാതെ മെഡിസിൻസ്, കോസ്മെറ്റിക്സ്, സ്റ്റേഷനറി, പിന്നെ ട്രാവൽ കിറ്റായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മൈക്രോവേവ് സേഫാണ്. അപ്പോൾ ഇവരിവിടെ 4 സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് പറയുന്നുണ്ട്. നമ്മൾ ഈ ബാഗ് മൈക്രോവേവ് ചെയ്യുന്നതിന് മുമ്പായിട്ട്, അതായത് ഫ്രോസൺ ഐറ്റംസ് വച്ചിട്ട് ഡീഫ്രോസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മൈക്രോവേവ് ചെയ്ത് റീഹീറ്റ് ചെയ്യാനോ ഒക്കെ ഉപയോഗിക്കുമ്പോൾ 4 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. ഒന്നാമത്തത്, ഈ ബാഗ് ഒരു മൈക്രോവേവ് സേഫ് ഡിഷിൽ വെച്ച് വേണം ഉപയോഗിക്കാൻ. ഞാൻ അതൊന്ന് കാണിക്കാം. നമ്മുടെ ഫ്രോസൺ മുരിങ്ങയ്ക്ക തന്നെ എടുക്കാം. ഇതൊരു മൈക്രോവേവ് സേഫ് പാത്രമാണ്. അതിലേക്ക് ഈ കവർ വച്ചിട്ട് വേണം നമ്മൾ ഡീഫ്രോസ്റ്റ് ചെയ്യാൻ. ഇനി രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഈ കവറോടെ ഡീഫ്രോസ്റ്റ് ചെയ്യാനോ റീഹീറ്റ് ചെയ്യാനോ വെക്കുമ്പോൾ ഇതുപോലെ 1 ഇഞ്ചെങ്കിലും മിനിമം ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് വേണം മൈക്രോവേവ് ചെയ്യാൻ. എയർ വെൻറ്റിന് വേണ്ടിയിട്ടാണത്. ഇനി മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, ഇത് ഓവർ ഹീറ്റ് ചെയ്യരുത്. അളവിനനുസരിച്ചായിരിക്കുമല്ലോ നമ്മൾ ഡീഫ്രോസ്റ്റും റീഹീറ്റും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഓവർ ഹീറ്റ് ചെയ്യാതെ നോക്കണം. ചിലപ്പോൾ ഇത് ഓവർ ഹീറ്റ് ആയാൽ ഉരുകിപ്പോകാൻ സാധ്യതയുണ്ട്. പിന്നെ നാലാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, ഇത് ഡീഫ്രോസ്റ്റ് അല്ലെങ്കിൽ റീഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൂക്ഷിച്ച് വേണം ഈ ബാഗ് ഹാൻഡിൽ ചെയ്യാൻ. ചൂടായിരിക്കും അത്. ഇത് അവർ ആ കവറിൽ തന്നെ എഴുതിയിരിക്കുന്ന സേഫ്റ്റി മെഷേഴ്സാണ്. ഒന്ന് വായിച്ച് നോക്കാം. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി അടുത്തത് ഒരല്പം കൂടി വലിയൊരു സ്ലൈഡർ ബാഗാണിത്. വലുതായതുകൊണ്ട് നമുക്ക് കിച്ചണിലും ഫ്രിഡ്ജിലും ഒക്കെ സ്റ്റോറേജ് ബാഗായിട്ടും ട്രാവൽ സ്റ്റോറേജ് ബാഗായിട്ടും ഒക്കെ യൂസ് ചെയ്യാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ട്രാൻസ്പെറൻ്റാണ്, റീയൂസബിളാണ്, വാട്ടർ പ്രൂഫാണ്, പിന്നെ ലൈറ്റ് വെയ്റ്റും. ഇത് മൈക്രോവേവ് സേഫാണെന്ന് അവർ പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മൈക്രോവേവ് സേഫ് അല്ല. പിന്നെ ഇതിൻ്റെ ബോട്ടം പോർഷൻ എന്ന് പറയുന്നത് കുറച്ച് എക്സ്പാൻഡബിളാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സാധനങ്ങൾ ഇതിനകത്ത് കൊള്ളും. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്ററാണ്.
പിന്നെ അതുപോലെ വീതിയും 25 സെൻറ്റിമീറ്ററാണ്. ലൈറ്റ് വെയ്റ്റ് ആണ്. 10 എണ്ണത്തിൻ്റെ ഒരു പാക്കറ്റിന് 191 റുപ്പീസായിരുന്നേ. മീഡിയം സൈസ്. ഈ സിപ്പ് ലോക്ക് ബാഗ് ഇല്ലെങ്കിലും നമുക്ക് പ്ലാസ്റ്റിക് എയർ ടൈറ്റ് കണ്ടെയ്നറുകളിൽ സൂക്ഷിച്ചാലും മതി. സ്പേസ് കൂടുതൽ എടുക്കുന്നേ ഉള്ളൂ. ആദ്യം കാണിച്ച സിപ്പ് ലോക്ക് ബാഗും ഇതും തമ്മിൽ നല്ല വലിപ്പ വ്യത്യാസമുണ്ട്. ഇനി അടുത്തത് ഞാൻ മുരിങ്ങയ്ക്ക സൂപ്പിൽ പെപ്പർ ക്രഷ് ചെയ്തിട്ടല്ലോ, അതായത് മുഴുവൻ കുരുമുളകിനെ ഇതിൽ വച്ചാണല്ലോ അപ്പം തന്നെ ഗ്രൈൻഡ് ചെയ്തെടുത്തത്. അതായത് ട്രഡീഷണൽ പെപ്പർ മില്ലെന്ന് വേണമെങ്കിൽ പറയാം. പെപ്പർ ഗ്രൈൻഡർ പല ഷെയ്ഡിലും ഉണ്ട്. ഇത് ഉടനാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇത് അറിയാമായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഈ നട്ടിനെ അൺസ്ക്രൂ ചെയ്തെടുക്കണം. എന്നിട്ട് ഈ വുഡ് കവറൊന്ന് റിമൂവ് ചെയ്യണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ പെപ്പർ മുഴുവനോടെ ഉള്ളത് അതിലേക്ക് ഇടുക. ആവശ്യത്തിന് നിറച്ചിട്ട ശേഷം തിരിച്ച് ആ ക്യാപ്പ് അതിലേക്കിട്ട് സ്ക്രൂ ടൈറ്റൻ ചെയ്യണേ. ഈ നട്ട് നമ്മൾ ടൈറ്റൻ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഈ കുരുമുളകിൻ്റെ തരികളുടെ വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നട്ട് ടൈറ്റാക്കിയാൽ ഫൈനായിട്ടുള്ള പൊടി കിട്ടും. പിന്നെ ലൂസ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കോഴ്സ് ആയിട്ടുള്ള, അതായത് കുറച്ചുകൂടെ വലിയ പാർട്ടിക്കിൾസ് കിട്ടും. നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ളത് ടൈറ്റൻ ചെയ്തതിന് ശേഷം ഈ വുഡൻ ക്യാപ്പ് റൊട്ടേറ്റ് ചെയ്താൽ മതി. സാലഡുകളിലും സൂപ്പുകളിലും ഒക്കെ നമുക്കിതുപോലെ ഉപയോഗിക്കാം. ഇതുപോലെ തന്നെ കല്ലുപ്പ് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാനും ഇത് ഉപയോഗിക്കാം. ഇത് ഗ്രൈൻഡിങ് പവർ ഉണ്ട്. ഇതിൻ്റെ താഴെ ഭാഗത്ത് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ് ഇതിൻ്റെ ഈ താഴെയുള്ള അറ്റത്ത്. എനിക്ക് ഇത് ഒരു ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്. വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിയതാണ്. ഞാൻ ഇതുവരെ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. ഇപ്പോഴാണിത് ഉപയോഗിച്ച് തുടങ്ങിയത്. ഇതിപ്പോൾ ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. അതിന് എനിക്ക് തോന്നുന്നു 300 and something ഒക്കെ ഉള്ളൂ. അതേസമയം ഞാൻ ലുലു ഷോപ്പിംഗ് മാളിൽ പോയപ്പോഴേക്കും അവിടെ കണ്ടായിരുന്നേ. അവിടെ ഇതിൻ്റെ വില ഒരെണ്ണത്തിന് 675 രൂപ, അതായത് 675 എന്നാണ് കണ്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഈ മുരിങ്ങയ്ക്ക സൂപ്പ് ഇതുപോലെ മുരിങ്ങയ്ക്ക നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ കുറച്ചെടുത്തൊന്ന് കേടാകാതെ ഫ്രീസറിൽ സൂക്ഷിക്കാനും 2 മുരിങ്ങയ്ക്ക കൊണ്ട് ഇതുപോലൊരു സൂപ്പ് ഉണ്ടാക്കാനും ഒക്കെ ഒന്ന് ശ്രമിച്ചു നോക്കണേ. മുരിങ്ങയ്ക്കായുടെ മാഹാത്മ്യം നമ്മൾ അറിയണം. ഞാനിവിടെ കാണിച്ചതിനേക്കാളും ഒക്കെ വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കാൻ. ചുരുക്കി പറഞ്ഞാൽ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി വേവിക്കുക, മിക്സിയിലേക്കിട്ടൊന്ന് അരിച്ചെടുക്കുക, അത്ര തന്നെ. മുരിങ്ങയ്ക്ക സൂപ്പ് റെഡി. വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി വീണ്ടും അറിയിക്കുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. താങ്ക് യു.